الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان ثم يحكم الله آياته والله عليم حكيم صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. മനുഷ്യ സമൂഹത്തിന് വഴി കാണിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതീർണമായ ഈ ഗ്രന്ഥം ലോകാവസാനം വരെയുമുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർഗദർശിയും വഴികാട്ടിയുമാണ്. ഖിയാമത്ത് വരെ നിലനിൽക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ ഗ്രന്ഥം യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും മാറ്റത്തിരുത്തങ്ങളും സംഭവിക്കാതെ നൂറ്റാണ്ടുകളായി നിലനിന്നു വരുന്നതും ഇനിയും അത് ലോകാവസാനം വരെ നിലനിൽക്കുന്നതും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് നാമാണ്, നാം തന്നെ അത് സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ നാം നമ്മുടെ മാർഗദർശനമായ ഈ ഗ്രന്ഥം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാതെ സത്യം എന്താണ് എന്നും സന്മാർഗം ഏതാണ് എന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല. ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്കുണ്ട് എങ്കിലും പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവ് പരിമിതമാണ് എങ്കിൽ ആ വിദ്യാഭ്യാസമെല്ലാം പ്രയോജനപ്പെടാതെ നമുക്ക് പോകും. നമുക്ക് നമ്മുടെ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസവും പ്രയോജനപ്പെടണം എന്നുണ്ട് എങ്കിൽ അതോടൊപ്പം ഈ വേദഗ്രന്ഥം സൂക്ഷ്മമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവുകയും അത് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യണം. ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ശ്രമമാണ് ഒരു മനുഷ്യൻ നടത്തുന്ന വിദ്യാഭ്യാസപരമായ ശ്രമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഈ ഖുർആൻ സ്വയം പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അത് അവന്റെ ജീവിതത്തിന്റെ മോക്ഷത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെളിച്ചം അവന് കിട്ടുന്നതിന്, സന്മാർഗത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോകാതിരിക്കുന്നതിന്
വളരെ അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ഖുർആനിനോടുള്ള ബാധ്യത നിറവേറ്റുന്നതിൽ നാം വീഴ്ച വരുത്തുകയാണ് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വലിയ ഒരു പാതകമായി തീരുമെന്നും കുറ്റകരമായ ഒരു മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിരിക്കുമെന്നും പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഖുർആൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച് തന്നത് നാം അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുക, അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കുക, അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുക, ഈ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. സൂറത്ത് സ്വാദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, ഈ വേദഗ്രന്ഥം അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണ്. ഇത് നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് നാം അവതരിപ്പിച്ചു തന്നു. ലിയദ്ദബ്ബറു ആയാതിഹി, ആ ഖുർആനിക സൂക്തങ്ങളെ സംബന്ധിച്ച് മനുഷ്യരെ സൂക്ഷ്മമായി ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടി വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയും തന്റേടവും ചിന്താശക്തിയുമുള്ള ആളുകൾ അതിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിരുത്താനും വേണ്ടി അതിനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഖുർആനിന്റെ ഏറ്റവും അത്ഭുതാവഹമായ ഒരു വസ്തുതയിലേക്കാണ് ഈ ആയത്ത് വെളിച്ചം വീശുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 10-15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതീർണമായ ഒരു ഗ്രന്ഥമാണ്. മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ച, അതുപോലെ തന്നെ വിജ്ഞാനപരമായിട്ടുള്ള അവന്റെ പുരോഗതി, അതൊക്കെ അതിന്റെ വളരെ പ്രാഥമികമായ ശൈശവമായ ദശയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന് നമുക്കറിയാം. അതിനുശേഷം മനുഷ്യൻ വിജ്ഞാന രംഗത്തും അവന്റെ വൈജ്ഞാന ബുദ്ധിപരമായ രംഗങ്ങളിലുമൊക്കെ ഒരുപാട് വളർച്ച നേടുകയും ഒരുപാട് പുരോഗതിപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് മനുഷ്യരെ ആർജിച്ചിരിക്കുന്ന വിജ്ഞാനങ്ങൾ, കഴിവുകൾ, അവന് സാധിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ സാധിക്കാത്തതായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇങ്ങനെ മനുഷ്യൻ വിജ്ഞാനത്തിന്റെ പടവുകൾ കയറി കയറി കൂടുതൽ പുരോഗതിയിലേക്കും കൂടുതൽ ഉയർച്ചയിലേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചാൽ ഓരോ കാലഘട്ടങ്ങളിലുമുള്ള മനുഷ്യർ ഖുർആനിക ആശയങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിന്റെ അർത്ഥതലങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുകയും ചെയ്യുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും പുതിയ പുതിയ ആശയങ്ങളിലേക്കും പുതിയ പുതിയ വിജ്ഞാനീയങ്ങളിലേക്കും പുതിയ പുതിയ കാര്യങ്ങളിലേക്കും അവന് ചെന്നെത്താനും മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഈ വേദഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു തരത്തിലുള്ള വേദഗ്രന്ഥങ്ങൾക്കോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പുണ്യഗ്രന്ഥങ്ങൾക്കോ ഒന്നും തന്നെ അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു കഴിവ്, ഒരു എല്ലാ പുരോഗതിയെയും എല്ലാ വിജ്ഞാനങ്ങളെയും ഉൾക്കൊള്ളുവാനും ആർജിക്കുവാനുമുള്ള ഒരു കഴിവ് ഈ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഏത് തരത്തിലുള്ള വിജ്ഞാനങ്ങൾ മനുഷ്യൻ ആർജിക്കുകയാണ് എങ്കിലും, ഏതെല്ലാം തരങ്ങളിലേക്ക് മനുഷ്യൻ ഉയർന്നു പോവുകയാണ് എങ്കിലും, അവിടങ്ങളിലെല്ലാം തന്നെ അവൻ ആവശ്യമായ ഒരു കൈത്തിരിയായിട്ട് വർത്തിക്കുവാനും ആ വിജ്ഞാന ശാഖകളെ എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ആദർശത്തെ സംബന്ധിച്ചും അതുപോലെ ഒരു ജീവിത രീതിയെ സംബന്ധിച്ചും അവനോട് സംസാരിക്കുവാനും അവന്റെ മുന്നിൽ അവതരിപ്പിക്കുവാനും കഴിവുള്ള രീതിയിൽ ഈ വിശുദ്ധ ഖുർആനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ അവന്റെ വിജ്ഞാന തലങ്ങളിലും ബുദ്ധിപരമായ മണ്ഡലങ്ങളിലും ഒക്കെ വളർന്ന് വികസിച്ച് മുന്നോട്ട് പോകും തോറും ഏതെല്ലാം തരത്തിലുള്ള പുരോഗതിയും അഭിവൃദ്ധിയും അവന് വൈജ്ഞാനിക ശാസ്ത്രീയ മേഖലകളിൽ നേടാൻ സാധിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം തന്നെ അവനോട് തീർച്ചയായും അനുയോജ്യമായ രീതിയിൽ
പരിശുദ്ധ ഖുർആൻ ഒത്തുചേർന്നുകൊണ്ട് നിൽക്കുകയും അവന്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും അവന്റെ വൈജ്ഞാനിക വളർച്ചയ്ക്ക് ഒരിക്കലും തടസ്സമായി നിൽക്കുകയോ അതിനെ ഒരിക്കലും പ്രതിരോധിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് വിശുദ്ധ ഖുർആനിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വേദഗ്രന്ഥത്തിന്റെ ഒരു മഹത്തായ സവിശേഷതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രംഗത്താണ് മറ്റു പല മതവിശ്വാസികളും പരാജയപ്പെട്ടു പോയത്. അവരുടെ വേദഗ്രന്ഥങ്ങൾ, അവർ സ്വീകരിക്കുന്ന മതഗ്രന്ഥങ്ങൾ, ആ മതഗ്രന്ഥങ്ങൾക്ക് മനുഷ്യന്റെ വളർച്ചയെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നു. മനുഷ്യൻ മുന്നോട്ട് പോവുകയും ശാസ്ത്രീയമായും സാങ്കേതികമായിട്ടുമൊക്കെ അവൻ ഉയരുകയും ചെയ്യുമ്പോൾ വിജ്ഞാനത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലൂടെ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിലെ പല സത്യങ്ങളും പല വളർച്ചകളും പല യാഥാർത്ഥ്യങ്ങളും അവരുടെ വേദഗ്രന്ഥങ്ങളുമായി ഏറ്റുമുട്ടുകയും ആ വേദഗ്രന്ഥങ്ങളുടെ വിജ്ഞാപനങ്ങൾക്ക് അവയുടെ മുന്നിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ സംജാതമാവുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സഹതാപാർഹമായ ഒരു നിലപാടിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് മനുഷ്യന്റെ വളർച്ചക്കൊപ്പം നിന്നുകൊണ്ട് ശാസ്ത്രീയമായും വൈജ്ഞാനികമായും ഒക്കെയുള്ള അവന്റെ പുരോഗതിക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അതിലൂടെ മനുഷ്യൻ ആർജിക്കുന്ന വിജ്ഞാനീയങ്ങളെയും അവൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങളെയും എല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ഖുർആനിനെ സംബന്ധിച്ച് അതിന്റെ സൂക്തങ്ങൾ അവർ സൂക്ഷ്മമായി പഠിക്കട്ടെ, ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അതുപോലെ ബുദ്ധിയും തന്റേടവും മനനശേഷിയും പ്രതിഭാശാലികളുമായ ആളുകൾ ഈ ഖുർആനിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് അത് സമർപ്പിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കുകയും അതിന്റെ തത്വങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് വ്യക്തമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഒരു പാരമ്പര്യ പുണ്യ ഗ്രന്ഥമായി കൊണ്ട് പാരായണം ചെയ്ത് തൃപ്തിയടയുകയും അതിന്റെ ആ പാരായണത്തിന്റെ പുണ്യം നേടുകയും ചെയ്യുക എന്നുള്ളതിൽ ഒരിക്കലും നമ്മുടെ ബാധ്യത അവസാനിക്കുന്നില്ല. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്, അത് പുണ്യകരമാണ്. ആ പുണ്യം മനുഷ്യൻ ആർജിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്, അത് അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള പല യാഥാർത്ഥ്യങ്ങളിലേക്കും പരിശുദ്ധ ഖുർആനിന്റെ സൂചനകൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യാൻ ബുദ്ധിയും തന്റേടവും പ്രതിഭാശാലിത്വവുമുള്ള ആളുകളോട് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മനുഷ്യൻ പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും സ്വന്തമായ ഇഷ്ടപ്രകാരം ഖുർആനിക ആശയങ്ങളെ വ്യാഖ്യാനിക്കുവാനോ അല്ലെങ്കിൽ ഖുർആനെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനോ ഖുർആൻ ഇന്നതാണ് സമർപ്പിക്കുന്നത്, ഇന്ന രീതിയിലാണ് ഖുർആൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് തോന്നുന്നത് പോലെ പറയാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല, അനുവാദമില്ല. അതിലൊക്കെ ചില മര്യാദകളും ചില ചിട്ടകളും അതുപോലെ ചില നിബന്ധനകളും മനുഷ്യ സമൂഹം പാലിക്കേണ്ടതുണ്ട്, വിശ്വാസി സമൂഹം പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഖുർആനിനെ നമ്മൾ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും അതിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ രംഗത്ത് നാം പാലിക്കേണ്ട ചില അദബുകളുണ്ട്. ഈ അദബുകളെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് ഒരു പോസ്റ്റലായിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഖുർആനിന്റെ ഏടുകൾ അല്ലെങ്കിൽ ഖുർആനികമായ സൂക്തങ്ങൾ ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവന് തോന്നുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം അവന് നൽകുകയും ചെയ്തിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് അവന്റെ ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ പ്രവാചകന് ഈ വേദഗ്രന്ഥം വഹിയായിട്ട് ദിവ്യബോധനമായി നൽകിക്കൊണ്ട് ആ പ്രവാചകനോട് ഈ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമായ വിശദീകരണങ്ങൾ, അതിന് വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഇതൊക്കെ തീർത്തു കൊടുക്കാനുള്ള ഒരു സൗകര്യവും സംവിധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തുകൊണ്ടാണ് ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആൻ തന്നെ പറഞ്ഞു, അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ഈ വേദഗ്രന്ഥം നാം നിനക്ക് അവതരിപ്പിച്ചു തന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
അവർക്ക് അവതരിപ്പിച്ചു തന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങൾക്ക് എന്താണോ അവതരിപ്പിച്ചു കൊണ്ടുകൊടുത്തത് അത് അവർക്ക് നീ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിന്റെ ആധികാരികമായ ഒരു വിശദീകരണം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അത് ജീവിതത്തിൽ പാലിക്കുക, ഏത് രൂപത്തിലാണ് അത് പ്രയോഗവൽക്കരിക്കുക എന്ന് ഏറ്റവും ആധികാരികമായി ജനങ്ങളെ പഠിപ്പിക്കാനും അവർക്ക് വിശദീകരിച്ചു കൊടുക്കാനുമുള്ള വ്യക്തി എന്നുള്ള രൂപത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം, ഖുർആൻ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആനിന്റെ ആശയങ്ങൾ, അതിന്റെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ അത് അവർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്ന് നബിയുടെ ജീവിതം നോക്കി അവർ മനസ്സിലാക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സംശയങ്ങൾക്കും അതുപോലെ തന്നെ അവർക്ക് വ്യക്തമാവാത്ത കാര്യങ്ങൾക്കും അവരെ തിരുമേനിയെ സമീപിക്കുമ്പോൾ വിശദീകരണം നൽകിക്കൊണ്ട് അത്തരം സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നു. അപ്പോൾ ആധികാരികമായ രീതിയിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന് ഒരു വിശദീകരണം നൽകുന്നു. അതുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശദീകരണത്തെ കൈയൊഴിച്ചുകൊണ്ട് വേറെ അതിന് വിപരീതമായതോ അതിൽ നിന്ന് വ്യത്യസ്തമായതോ ആയ ഒരു വ്യാഖ്യാനമോ ഒരു വിശദീകരണമോ കണ്ടെത്താൻ ഒരു മനുഷ്യനും അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഒരു വിഷയകമായി ഖുർആനിനെ വിശദീകരിച്ചത്, അത് തന്നെയാണ് അതിന്റെ ഏറ്റവും സുപ്രീമായിട്ടുള്ള, ഏറ്റവും ആത്യന്തികമായിട്ടുള്ള വ്യാഖ്യാനം, ശരിയായിട്ടുള്ള വ്യാഖ്യാനം. അതുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമത്തെയോ ജീവിതചര്യയോ ഒഴിവാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ശ്രമങ്ങൾ അത് അർത്ഥശൂന്യമാണ്, അത് സാധ്യമല്ല, ഖുർആനിന്റെ തന്നെ നിരാകരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഞങ്ങൾ ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം, ഖുർആൻ പറയുന്നത് ഞങ്ങൾ ജീവിതത്തിൽ പകർത്താം, പക്ഷേ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമോ തിരുമേനിയുടെ വാക്യങ്ങളോ വചനങ്ങളോ തിരുചര്യയോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുകയില്ല. അത് ഖുർആനിന് തന്നെ ഘടകവിരുദ്ധമാണ്, ഖുർആൻ സ്വീകരിച്ച രീതിക്ക് തന്നെ എതിരാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം അത് മനസ്സിലാക്കാൻ നാം ബാധ്യസ്ഥരാകുന്നതും അതുപോലെ ആ വ്യാഖ്യാനം എന്താണ്, എങ്ങനെയാണ് എന്ന് പഠിക്കാൻ നാം നിർബന്ധിതരായിത്തീരുന്നതും ഈ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ, അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കാനുള്ള ഒന്നാമത്തെ മാർഗമായി തിരുമേനിയുടെ വ്യാഖ്യാനം എന്താണ്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന് നൽകിയ വിശദീകരണം എന്താണ് എന്ന് പഠിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് നാം നീങ്ങേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിച്ചാൽ പിന്നെ ഈ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കാനും ഒക്കെയുള്ള അവസരം ലഭിച്ച ഏറ്റവും മഹത്തായ, ഏറ്റവും ഉന്നതമായ വിഭാഗം സഹാബികളാണ്. അപ്പൊ അതുകൊണ്ട് ആ സഹാബികൾ ഈ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടോ, എന്തെങ്കിലും വിശദീകരണങ്ങൾ പറയുന്നുണ്ടോ, ഏത് രൂപത്തിലാണ് അവർ പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിയത് എന്ന് പരിശോധിക്കാൻ രണ്ടാമത്തെ സ്ഥാനത്ത് നമ്മൾ നിർബന്ധിതരായിത്തീരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനത്തെ കഴിച്ചാൽ പിന്നെ ഈ ഖുർആൻ അവതീർണമായ ആ തലമുറയുണ്ടല്ലോ, സഹാബികളുടെ തലമുറ, ആ തലമുറ എങ്ങനെയാണ് ഖുർആനിനെ മനസ്സിലാക്കിയത്, എങ്ങനെയാണ് അവർ അതിനെ വ്യാഖ്യാനിച്ചത്, ഏത് രൂപത്തിലാണ് ഖുർആനെ അവർ സമീപിച്ചത് എന്ന് മനസ്സിലാക്കാൻ പിന്നീട് നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഖുർആനിന്റെ വിശദീകരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ആശയങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ രണ്ടാമതായി നമ്മൾ പരിഗണിക്കേണ്ടത് സഹാബത്തിന്റെ നിലപാടിനെയാണ്, അവരുടെ ജീവിത രീതിയാണ്, ഖുർആൻ അവർ നൽകിയ വ്യാഖ്യാനത്തെയാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു തൈമിയ്യ പോലെയുള്ള മഹാന്മാർ പറഞ്ഞത്, ഇദാ ലം തജിദ് തഫ്സീറ ഫിൽ ഖുർആൻ, ഇദാ ലം തജിദ് അത്തഫ്സീറ ഫിൽ ഖുർആൻ വലാ ഫിസ് സുന്ന റജഅത ഫീ ദാലിക ഇലാ ഖൗലി സഹാബ ഫഇന്നഹും അദ്റാ ബിദാലിക. ഖുർആനിന്റെ വ്യാഖ്യാനം ഖുർആനിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ നിർദ്ദേശങ്ങളിൽ നിന്നോ പ്രവാചകന്റെ വചനങ്ങളിൽ നിന്നോ നിനക്ക് അതിന്റെ വ്യാഖ്യാനം മനസ്സിലായില്ല
എങ്കിൽ പിന്നീട് നീ ചെയ്യേണ്ടത് റജഅത ഫീ ദാലിക ഇലാ ഖൗലി സഹാബ, സഹാബികൾ എങ്ങനെയാണ് ഈ ഖുർആനെ മനസ്സിലാക്കിയത്, അതിനെ സംബന്ധിച്ച് എന്ത് അഭിപ്രായമാണ് അവർ പ്രകടിപ്പിച്ചത് എന്ന കാര്യത്തിലേക്കാണ്. കാരണം ഫൈന്നഹും അദ്റാ ബിദാലിക, അവർക്കാണല്ലോ അത് ഏറ്റവും കൂടുതലായിക്കൊണ്ടറിയുക. അവരിലാണ് ഖുർആൻ ഇറങ്ങിയത്, എപ്പോൾ ഇറങ്ങി, ഏത് സമയത്ത് ഇറങ്ങി, ഏത് വിഷയത്തിലിറങ്ങി, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ അവരെ പോലെ അറിയുന്നവർ വേറെ ആരും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ആ ഒന്നാമത്തെ ആ തലമുറ എങ്ങനെ ഖുർആനെ പഠിച്ചു മനസ്സിലാക്കി എന്നുള്ളതാണ് പിന്നീട് നീ ആലോചിക്കേണ്ടത് എന്ന് മഹാനായ ഇബ്നു തൈമിയ്യ പോലെയുള്ള വ്യക്തികൾ വ്യക്തമാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ സഹാബികളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് ലഭിക്കുന്നു. ഉദാഹരണമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല അതിന്റെ ആശയം. യാ അയ്യുഹന്നാസ് അലൈക്കും അൻഫുസ് യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും എന്ന് പറയുന്ന സൂറത്ത് അൽ മാഇദയിലെ ഈ ആയത്ത്, അതിനെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ജനങ്ങളെ ഈ ആയത്ത് നിങ്ങൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, സത്യവിശ്വാസികളെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ശ്രദ്ധിക്കുക. ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലാണ്, സച്ചരിതരായിക്കൊണ്ടാണ്, സന്മാർഗികളായിക്കൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ മറ്റുള്ള ആളുകൾ വഴിപയച്ചു പോയാൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ ആയത്തിന്റെ സാധാരണഗതിയിലുള്ള ഭാഷാർത്ഥം. ഇത് ആളുകൾ തെറ്റായി ധരിച്ച സാഹചര്യത്തിൽ ആളുകൾ ധരിച്ചു ഈ ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും അവനവന്റേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവനവന് സൽക്കർമ്മം ചെയ്യാൻ, അവനവന് രക്ഷ പ്രാപിക്കാൻ, അവനവന് അള്ളാഹുവിന്റെ പ്രീതി നേടാൻ അതിന് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുകയും ചെയ്താൽ അവന്റെ ബാധ്യത തീർന്നു. ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ പിന്നെ ആളുകൾ വഴിപയച്ചു പോയാൽ അതൊന്നും നിങ്ങൾക്ക് ദോഷകരമല്ല എന്നാണല്ലോ ഈ ആയത്തിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി, വേറുള്ള ആളുകൾ എന്തായി എങ്ങനെയായി അതിലൊന്നും ഇടപെടാൻ പോവേണ്ട. ഈ രൂപത്തിൽ നിർദോഷമായ രീതിയിൽ ചില ആളുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ്. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നിർബന്ധമായും നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിലക്കുകയും ചെയ്യണം. ആളുകൾക്ക് സന്മാർഗം എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുകയും ആ സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യണം. ജനങ്ങളിൽ കാണുന്ന ദൂഷ്യങ്ങൾ, അവരിൽ കാണുന്ന തെറ്റായ കാര്യങ്ങൾ, ആ പെന്മയെ ദൂരീകരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ചോദ്യം ചെയ്യുകയും നിങ്ങളെ ശിക്ഷിക്കുകയും നിങ്ങൾക്ക് കടുത്തതായ ശിക്ഷ അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ ഉദ്ദേശമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ നിങ്ങളുടേതായ ബാധ്യതകളൊക്കെ നിറവേറ്റി, നിങ്ങൾ സന്മാർഗം അനുസരിച്ചുകൊണ്ട് ജീവിച്ചു, നിങ്ങളോട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നിറവേറ്റി, മറ്റുള്ളവരെ ഉപദേശിക്കുകയും തിന്മകളെ തടയുകയും ചെയ്യാനുള്ള നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിറവേറ്റി, അങ്ങനെ ഹിദായത്തിന്റേതായ എല്ലാ ചുമതലകളും നിങ്ങൾ നിർവഹിച്ചതിന് ശേഷം, പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെയും ആളുകൾ വഴിതെറ്റിയിട്ടാണ് പോകുന്നത് എങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയല്ല. ഇതാണ് ആയത്ത് പറയുന്നത്. അല്ലാതെ ആ ബാധ്യതകളൊന്നും നിറവേറ്റാൻ നിങ്ങൾക്ക് ബാധ്യതയില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നല്ല ആയത്തിന്റെ ഉദ്ദേശം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ആ സന്നിധിയിൽ ജീവിച്ചു വളർന്ന ഒന്നാമത്തെ തലമുറയിൽപ്പെട്ട ഒരു പ്രമുഖ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആയത്തിനെ സംബന്ധിച്ച് അതിന്റെ സൂക്ഷ്മമായ ഉദ്ദേശം ഇന്നതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സഹാബി വ്യക്തമാക്കി കഴിഞ്ഞാൽ, ആ
സഹാബിയുടെ വ്യാഖ്യാനം അതാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ അതിനെ വ്യാഖ്യാനിക്കുമ്പോഴും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോഴും ഒക്കെ അവലംബിക്കേണ്ടത്. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നാമതായിട്ട് നമ്മൾ ഖുർആനിന്റെ ആശയത്തിനും അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാനുമുള്ള സ്രോതസ്സായി മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമതായി നമ്മൾ പരിഗണിക്കേണ്ടത് സഹാബികളാണ്. ആ സഹാബികളുടെ അഭിപ്രായങ്ങളും അവർ ഖുർആനിന് നൽകുന്ന വിശദീകരണങ്ങളും എന്താണോ ആ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുക, അത് മനസ്സിലാക്കുക. ഇതിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത് എന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഈ വിഷയകമായി സഹാബത്തിന്റെയോ അല്ലെങ്കിൽ പൂർവീകരായ മഹാത്മാക്കളുടെയോ ഒക്കെ അവരുടെ വ്യാഖ്യാനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ പലപ്പോഴും പല വ്യതിയാനങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്, പല വീഴ്ചകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്, പല അബദ്ധങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ അബദ്ധങ്ങളെ സംബന്ധിച്ചും നാം ബോധവാന്മാർ ആയിരിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. അതായത് പല രൂപത്തിലുള്ള വിശദീകരണങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പലപ്പോഴും പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിലോ അല്ലെങ്കിൽ മഹാന്മാരായ ആളുകൾ എഴുതിയ കൃതികളിലോ ഒക്കെ നിറഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതിൽ പലതും അത് പൂർണ്ണമായി ശരിയല്ല എന്നുള്ളതും അതുപോലെ തന്നെ വളരെ ദുർബലവും അസ്വീകാര്യവുമായ രീതിയിൽ വന്നതുമായ ഒരുപാട് പരമ്പരകളും അതുപോലെ ഒരുപാട് നിവേദനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള സഹാബത്തിലേക്ക് ചേർത്തുകൊണ്ടും അതുപോലെ താബിഈകളിലേക്ക് ചേർത്തുകൊണ്ടുമൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ ഈ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും അതുപോലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാരും ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിവേദനം ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അപ്പടി സ്വീകരിക്കുകയും അപ്പടി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അതിലേക്ക് പ്രബലമായതും സ്വീകാര്യമായതും പരിശുദ്ധ ഖുർആനുമായി ഏറ്റുമുട്ടാത്തതുമായ ആ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ആ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ അത് മാത്രമേ നിങ്ങൾ അവലംബിക്കാൻ പാടുള്ളൂ. അല്ലാതിരുന്നാൽ പലപ്പോഴും ഖുർആന്റെ ആശയങ്ങൾ തെറ്റായ രീതിയിൽ ഗ്രഹിക്കാൻ ഇടവരും എന്നുള്ള രീതിയിലും നമ്മൾ അതിനെ സംബന്ധിച്ച് സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ആയത്തിന്, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന് സാധാരണഗതിയിൽ തഫ്സീറുകളിലും അതുപോലെ തന്നെ ഒരുപാട് നിവേദനങ്ങളിലും കാണുന്ന ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖശ് ശൈത്താനു ഫീ ഉമ്മിയതിഹി ഫയൻസഖുല്ലാഹു മാ യുൽഖിശ് ശൈത്താനു സുമ്മ യുഹ്കിമുല്ലാഹു ആയാതിഹി വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകനെയും നിയോഗിക്കുമ്പോൾ ആ പ്രവാചകന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് പരാജയപ്പെടുത്താൻ വേണ്ടി ഇബ്ലീസ് പലതരത്തിലുള്ള പ്രചാരവേലകളും നടത്തുകയും പല പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. അത് കാരണത്താൽ ആ പ്രവാചകന്റെ മാർഗത്തിൽ പല തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇബ്ലീസിന് സാധിക്കുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്ലീസിന്റെ തന്ത്രങ്ങളെ എല്ലാം തന്നെ പരാജയപ്പെടുത്തി ആ സത്യത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ, എന്നുള്ള ആശയത്തിലുള്ള ഒരു ആയത്താണ് നേരത്തെ നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെയോ അല്ലെങ്കിൽ ഒരു നബിയെയോ ഒരു റസൂലിനെയോ ആരെ നിയോഗിക്കുകയാണ് എങ്കിലും ആ നിയോഗിക്കുന്ന ആ പ്രവാചകന്റെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, അഭിലാഷങ്ങൾ, ആ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് തടസ്സമായി ഇബ്ലീസ് അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ചിന്തകളും അവന്റേതായ ദുഷ്ടലാക്കുമായിട്ട് രംഗപ്രവേശം ചെയ്യുകയും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ആ സന്ദർഭത്തിൽ ഫയൻസഖുല്ലാഹു മാ യുൽഖിശ് ശൈത്താൻ, അല്ലാഹു ആ പിശാചിന്റെ ആഗ്രഹങ്ങളെയും ആ പിശാച് സാധിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെയും ഒക്കെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ് ഈ സൂക്തത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിന് വേറെ തരത്തിലുള്ള ചില ദുർവ്യാഖ്യാനങ്ങൾ പല തഫ്സീറുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ തമന്ന എന്നുള്ള ഒരു പദത്തിന് വേറെയും അറബി ഭാഷയിൽ ഒരു അർത്ഥമുണ്ട്. തമന്ന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, അഭിലഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥമെങ്കിലും പാരായണം ചെയ്യുക, ഓതുക എന്നുള്ള ഒരു അർത്ഥവും അതിനുണ്ട്. ആ രൂപത്തിലുള്ള ഒരു അർത്ഥം ഈ ആയത്തിന് കൊടുത്തുകൊണ്ട് ഇങ്ങനെ അള്ളാഹു പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ നബിയോ അല്ലെങ്കിൽ റസൂലോ മുർസലോ ആയ ആർക്ക് തന്നെ അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്ത് ആ വേദഗ്രന്ഥങ്ങൾ പ്രവാചകന്മാർ പാരായണം ചെയ്യുമ്പോൾ പിശാച് അതിന്റെ ഉള്ളിൽ
അതിൽ കടന്നുകൊണ്ട് വേറെ അതിനോട് ചേരാത്ത രീതിയിലുള്ള പല വാക്കുകളും വെച്ചു കൊടുക്കുകയും അത് പ്രവാചകന്റെ നാവിലൂടെ പുറത്തു വരാൻ ഇടയാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് അവസാനമായിട്ട് അത് പരാജയപ്പെടും എന്നുള്ള ഒരു സംഭവം, ഒരു വ്യാഖ്യാനം അതിന് നൽകുകയും എന്നിട്ട് സൂറത്തു നജ്മിലെ ചില ആയത്തുകളെ സംബന്ധിച്ച് ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു കഥ ഉണ്ടാക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തൽ ഉഖ്റ അലക്കുമുൽ ദക്കറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ. നിങ്ങൾ ലാത്തയെയും ഉസ്സയെയും ഒക്കെ കണ്ടുവോ? അതുപോലെ തന്നെ മൂന്നാമത്തെ മനാത്തയെയും നിങ്ങൾ കണ്ടുവോ? ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ പൂജിച്ച് ആദരിച്ചിരുന്ന ബിംബങ്ങളും ബഹുമാനിച്ചിരുന്ന പ്രതിമകളുമായിരുന്നു. ആ പ്രതിമകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ എടുത്തു ചോദിക്കുന്നു, അവയെ നിങ്ങൾ കണ്ടുവോ? അത് എല്ലാം തന്നെ സ്ത്രീകളുടേതായ പ്രതിമകളാണ്. സ്ത്രീകളെ പൂജിക്കുകയും സ്ത്രീകളുടെ പ്രതീകങ്ങൾ ഉണ്ടാക്കുകയും അവരെ ദേവിമാരായിട്ട് സങ്കല്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം അറബികൾക്കുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ഈ ലാത്തയും ഉസ്സയും അതുപോലെ തന്നെ മനാത്തും ഇങ്ങനെയുള്ള സ്ത്രീ പ്രതിമകൾ ഉണ്ടാക്കിക്കൊണ്ട് അവയെ നിങ്ങൾ പൂജിക്കുകയും ആരാധിക്കുകയുമാണല്ലേ ചെയ്യുന്നത്. അതേ അവസരത്തിൽ ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ സ്ത്രീകൾ ദൈവത്തിന് പങ്കാളികളാക്കിക്കൊണ്ട് അവർ വെച്ചിരിക്കുന്ന ഇതൊക്കെ സ്ത്രീലിംഗവും അതേ അവസരത്തിൽ അവർക്ക് സ്വയം കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പെൺകുട്ടികൾ ഉണ്ടായാൽ അങ്ങേയറ്റം അപമാനവുമാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റാത്തത് അള്ളാഹുവിന് വെച്ചു കൊടുക്കാനും സങ്കല്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മടിയുമില്ലേ? തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ. ഇത് യഥാർത്ഥത്തിൽ വളരെ അക്രമപരമായ ഒരു വിഭജനമാണല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. സ്വയം പെൺകുട്ടികളെ ഇഷ്ടപ്പെടാതിരിക്കുകയും പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് നാണമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരുമായിട്ടൊക്കെ ഇങ്ങനെയുള്ള ഈ ലാത്ത, ഉസ്സ, മനാത്ത് പോലെയുള്ള സ്ത്രീവർഗങ്ങളിൽപ്പെട്ടവരെ സങ്കല്പിക്കുന്ന ഒരു രീതിയാണോ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നിലപാടിനെ ചോദ്യം ചെയ്യുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ചില കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഈ ഖുറൈശികൾക്ക് കൂടി സ്വീകാര്യമായ രീതിയിലുള്ള ചില വചനങ്ങൾ അതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസവും ഇവരുടെ ശത്രുതയും ഒക്കെ കുറച്ച് ലഘുവായി കിട്ടുമല്ലോ, കുറഞ്ഞു കിട്ടുമല്ലോ എന്നൊരാഗ്രഹം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു. അത്തരം വ്യാഖ്യാനക്കാരായ ആളുകൾ പറയുന്നു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഖുറൈശികളെ കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് വചനങ്ങൾ കൂടി ഈ പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങുകയാണെങ്കിൽ നന്നായിരുന്നു, എന്നാൽ ഇവരുടെ ഈ ശത്രുത കുറച്ച് ലഘുവായി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിക്കുമായിരുന്നു എന്നും ആ സന്ദർഭത്തിലാണ് അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ എന്ന് പറയുന്ന സൂറത്തു നജ്മിലെ ഈ ആയത്തുകൾ ഇറങ്ങിയത് എന്നും ഇവിടെ പിശാചി ഇടപെട്ടുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഒന്ന് രണ്ട് വാചകങ്ങൾ തിരുകിക്കൊടുത്തു. ആ തിരുകിക്കൊടുത്തതിനെ സംബന്ധിച്ച് അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തൽ ഉഖ്റ തിൽക്കൽ ഖറാനീഖുൽ ഉല വ ഇന്ന ശഫാഅത്തഹുന്ന ലതുർതജ എന്ന് പറയുന്ന രണ്ട് സൂക്തങ്ങൾ അതിൽ പിശാചി കയറ്റിക്കൊടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനം നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെ ഈ മൂന്ന് ദൈവങ്ങളെയും എടുത്തു പറഞ്ഞതിന് ശേഷം തിൽക്കൽ ഖറാനീഖുൽ ഉല അവരൊക്കെ തന്നെ വളരെ ഉന്നതരായ വ്യക്തിത്വങ്ങളാണ്. വൈന്ന ശഫാഅത്തഹുന്ന ലതുർതജ അവരുടെ ശുപാർശയും മറ്റുമൊക്കെ പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് എന്നുള്ള രീതിയിൽ രണ്ട് വരികൾ കൂടി അതിൽ പിശാചി കയറ്റിക്കൊടുക്കുകയും പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം തിരുത്തുകയും ചെയ്തു. ഈ സംഭവത്തെ സംബന്ധിച്ചാണ് നേരത്തെ നമ്മൾ സൂറത്ത് ഹജ്ജിൽ പറഞ്ഞ ആ സൂക്തം അവതരിച്ചത് എന്നൊക്കെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ ഇത് ഖുർആനിന്റെയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെയും അടിത്തറക്ക് കത്തിവെക്കുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് എന്ന് അധികമൊന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സൂക്തങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുകയും അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ കയറിക്കൊണ്ട് പിശാചിന് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതോടുകൂടി പരിശുദ്ധ ഖുർആനിന്റെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോവുകയും ഏതൊക്കെയാണ് അള്ളാഹുവിൽ നിന്നുള്ള ഏതൊക്കെ
ഏതൊക്കെയാണ് പിശാചിന്റെ പക്കൽ നിന്നുള്ളത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയകമായി വന്ന റിവായത്തുകൾ, റിപ്പോർട്ടുകൾ, നിവേദനങ്ങൾ അത് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാമെങ്കിലും അതിനെ സംബന്ധിച്ച് സൂക്ഷ്മജ്ഞരായ പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ദക്കറ ത്വബരി ഫീ ദാലിക റിവായാത്തുൻ കസീറ ബാത്തില ലാ അസ്ല ലഹ. ഇതിനെ സംബന്ധിച്ച് വന്ന, ഈ കഥയെ സംബന്ധിച്ച് വന്ന എല്ലാ റിപ്പോർട്ടുകളും അത് അടിസ്ഥാനരഹിതമായ കെട്ടുകഥകളാണ് എന്ന് ഇബ്നുൽ അറബിയെ പോലെയുള്ള സൂക്ഷ്മദൃക്കുകളായ പണ്ഡിതന്മാർ പറയുകയുണ്ടായി. അവർ പറഞ്ഞു വന്നതിന്റെ സാരം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പൂർവീകരായ പണ്ഡിതന്മാരുടെയും മഹാത്മാക്കളുടെയും ഖുർആൻ വ്യാഖ്യാനങ്ങൾ അവലംബിക്കുമ്പോൾ ഈ വിഷയകമായി വന്ന പ്രമാണങ്ങളുടെ പ്രാബല്യത്തെ സംബന്ധിച്ചും അതിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ചു കൂടി പരിശോധിക്കുവാനും അതുകൂടി നോക്കിയതിന് ശേഷം സ്ഥിരപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രം ആ വിഷയകമായി സ്വീകരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ തഫ്സീർ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പൂർവികരുടെ ഗ്രന്ഥങ്ങളിലോ ഒക്കെ കാണുന്നതോടുകൂടി അത് കണ്ണു ചിമ്മി പിന്തുടരുക എന്നുള്ള ഒരു നിലപാടും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പൂർവികരായ മഹാത്മാക്കളുടെ തഫ്സീറുകളെ സംബന്ധിച്ചിടത്തോളം അത് സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയും തന്റേടവുമുള്ള ആളുകൾ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞു. കാരണം ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ചിന്തിക്കുകയും സൂക്ഷ്മമായി പഠിക്കുകയും ചെയ്യാനുള്ള ബാധ്യത അതിനെ സംബന്ധിച്ച് കഴിയുന്ന ആളുകളുടേതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി വ്യക്തമാക്കുകയുണ്ടായി. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വന്തമായി നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത് ഒരിക്കലും തന്നെ ഭൂഷണമല്ല. അതേപോലെ തന്നെ ഖുർആനെ സംബന്ധിച്ച് ആധികാരികമായ വിവരവും പാണ്ഡിത്യവുമുള്ള ആളുകളാണ് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടത്. അല്ലാതെ ഓരോരുത്തരും ഖുർആനെ സംബന്ധിച്ച് കയറി അഭിപ്രായപ്പെടാൻ വേണ്ടി തുടങ്ങുകയും ഖുർആൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ് എങ്കിൽ അത് പലതരത്തിലുള്ള അബദ്ധങ്ങളിലേക്കും പലതരത്തിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്കും നയിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിനെ അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് തിരിച്ചുവിടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സൂക്ഷ്മതയില്ലാത്തതുകൊണ്ടും ദീനിനെ സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ അറിവില്ലാത്തതുകൊണ്ടും പല അബദ്ധമായ തഫ്സീറുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ തഫ്സീറുകളും വ്യാഖ്യാനമൊക്കെ സമൂഹത്തിൽ വളരെ പ്രചരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈ ഖുർആനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറുൻ. ഈ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അത് മഹാ ആദരണീയമായ ബഹുമാന്യമായ ഗ്രന്ഥമാണ് എന്നും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സുരക്ഷിതമായ ഫലകങ്ങളിലാണ് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നും ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറുൻ, വളരെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് അത് സ്പർശിക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്നും പരിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പോൾ ഇവിടെ ഈ ആയത്തുകളിൽ പറയുന്ന പരിശുദ്ധ ഖുർആൻ ഏതാണ് എന്നും അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം എന്താണ് എന്നും മനസ്സിലാക്കുന്നതിൽ സൂക്ഷ്മമായ അറിവില്ല എങ്കിൽ തെറ്റുപറ്റിപ്പോകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത് ഖുർആനിന്റെ അസ്ലായ ലൗഹുൽ മഹ്ഫൂദിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ്. ആ ലൗഹുൽ മഹ്ഫൂദിൽ സുരക്ഷിതമായി കൊണ്ട് നിലകൊള്ളുന്ന ഗ്രന്ഥം അത് മലായികത്തിന് മാത്രമേ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ അവരല്ലാത്തവർക്ക് അത് സ്പർശിക്കാൻ പോലും സാധ്യമല്ല. അവരൊന്നും അങ്ങോട്ട് അടുക്കുക പോയി ഇബ്ലീസിനോ അല്ലെങ്കിൽ പിശാചിനോ പിശാചിന്റെ സന്തതികൾക്കോ ആ രൂപത്തിലുള്ള ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പോലും സാധ്യമല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ വ്യക്തമാക്കുന്നത്. അത് ഒന്നുമില്ലാതെ മുസാഫ് തൊടാൻ പാടില്ല എന്നുള്ളതിന് തെളിവാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ പാണ്ഡിത്യമില്ലാത്തതിന്റെയും ഖുർആൻ ഇന്നഹു ലഖുർആനുൻ കരീം, ഈ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ്. ഫീ കിതാബിൻ മക്നൂൻ, അത് വളരെ സുരക്ഷിതമായ ഒരു രേഖയിലാണ് അത് നിലകൊള്ളുന്നത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറുൻ എന്ന് പറയുമ്പോൾ അത് ഏത് ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത്, ഈ മുതഹ്ഹറുൻ എന്ന് പറഞ്ഞതിന്റെ സാക്ഷാൽ അർത്ഥം എന്താണ് എന്നൊക്കെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് അതിങ്ങനെ ഒന്നുമില്ലാതെയും വൃത്തിയില്ലാതെയും ഖുർആൻ തൊടാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് തെറ്റിദ്ധരിക്കാൻ
ഖുർആൻ ഇടവരുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടും ഖുർആനെ സംബന്ധിച്ചിടത്തോളം വളരെ ആധികാരികമായിട്ടുമൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ വിശദീകരണങ്ങൾ കണ്ടെത്താനുമുള്ള ശ്രമം സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കണം. അതിൽ വീഴ്ച വരുത്തിയാൽ ഈ വേദഗ്രന്ഥത്തോട് ചെയ്യുന്ന അനീതിയായിരിക്കും അത്. അത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ നാം എപ്പോഴും തന്നെ ദത്തശ്രദ്ധരായിരിക്കണം, ജാഗരൂകരായിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥത്തെ പഠിക്കാനും മനസ്സിലാക്കാനും അതിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.